ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗാണ്. ഫസ്റ്റ് ട്രാവൽ വ്ളോഗ് ഞാൻ ഇതിന് മുമ്പ് ഒരു വ്ളോഗേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാനൊരു ഗ്യാപ്പ് എടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ബിസി ആയിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് ബന്ധു ഇവിടെ നെതർലാൻഡിലോട്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചൊരു ഫസ്റ്റ് ഒരു ട്രാവൽ വ്ളോഗിൽ തുടങ്ങാമെന്ന്. അപ്പോൾ ഇതൊരു പാർക്കാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള പാർക്കാണ്. ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് അതാണ്. അപ്പോൾ അത് തൊട്ട് ഫ്രണ്ടിലുള്ള പാർക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഇവിടെ നിന്നൊരു ജസ്റ്റ് വ്യൂ ഒക്കെ വരട്ടെന്ന് വിചാരിച്ചു ഇവിടെ ഇന്ന് എൻ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ നെതർലാൻഡിൽ തന്നെ ഒരു റോട്ടർഡാം എന്ന് പറഞ്ഞ സിറ്റി കാണാൻ പോവുകയാണ്. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്ന ഐൻഡോവൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഈ റോട്ടർഡാം എന്ന് പറയുന്നത് നെതർലാൻഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ്. മോഡേൺ ആർക്കിടെക്ചറിലുള്ള കുറേ ബിൽഡിങ്സ് ഒക്കെ കാണാം, ക്യൂബ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഐൻഡോവനിൽ നിന്ന് ഒരു വൺ അവർ ട്രാവൽ ഉണ്ടാവും. ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കുറേ ഇൻട്രസ്റ്റിംഗ് വീഡിയോസായിട്ട് വരുന്നതാണ്. ജസ്റ്റ് ബാക്കി നമ്മളിനി അവിടെ ചെന്ന് കാണാം. ഓക്കെ, ഞാനും അതാ എൻ്റെ കൂടെ മോളുണ്ട്, പിന്നെ ഹസ്ബൻഡ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പം ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ഞങ്ങൾ താമസിക്കുന്ന ഐൻഡോവൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ റെഡ് കളറിൽ കാണുന്ന ട്രാക്ക് ഉണ്ടല്ലോ, അത് സൈക്കിൾ ട്രാക്ക് ആണ്. അത് നെതർലാൻഡ്സിൽ എവിടെ പോയാലും ഈ സൈക്കിൾ ട്രാക്ക് കാണും. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ സൈക്കിൾ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നെതർലാൻഡ്സ്. അപ്പോൾ ഇവിടുത്തെ സൊവനീർ നോക്കിയാലും നമുക്ക് സൈക്കിൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഞങ്ങൾ റോട്ടർഡാം ബ്ലാക്ക് മെട്രോ സ്റ്റേഷനിലെത്തി. അപ്പം നമ്മൾ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ക്യൂബ് ഹൗസ് കാണാൻ പറ്റും. ക്യൂബ് ഹൗസ് എന്ന് പറഞ്ഞാൽ ക്യൂബ്സിന്റെ ഷേപ്പിലുള്ള കുറച്ച് അവിടെ വീടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യൂബ്സിന്റെ ആർക്കിടെക്ചറിലാണ് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. നല്ലൊരു ഭംഗിയാണ്, അവർ സ്പേസ് ഒപ്റ്റിമൈസ് ചെയ്തേക്കുന്നതാണത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. കുറേ വീടുകളുണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ. അത് ക്യൂബ് ആർക്കിടെക്ചറിലുള്ളതാണ്. അപ്പോൾ ഇതൊരു 45 ഡിഗ്രി ടിൽറ്റ് ചെയ്താണ് ഇത് ഇരിക്കുന്നത് ഏകദേശം. അപ്പോൾ ഇതിനകത്ത് 3 ഫ്ലോർ ഉണ്ടെന്നാണ് പറയുന്നത് ഈ വീടിൻ്റെ അകത്ത്. ഇതിൻ്റെ അകത്ത് ആൾക്കാർ താമസമുണ്ട്. അപ്പോൾ സ്പേസ് ഒപ്റ്റിമൈസ് ചെയ്ത് അവർ ചെയ്തേക്കുവാണ് കൺസ്ട്രക്ഷൻ. അത് ഭയങ്കര നല്ല രസമുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് അലോ ചെയ്യും, പക്ഷേ വീടിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റത്തില്ല. അതിനകത്ത് ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഇതിനകത്തൊന്ന് കയറി കാണാം എങ്ങനെയുണ്ടെന്ന്.
ഈ ക്യൂബേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ചെറിയ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സുവിനീർ ഷോപ്സ്, പിന്നെ കുറച്ച് ഡ്രസ്സിൻ്റെ കുറച്ച് ഷോപ്സ്, റെസ്റ്റോറൻറ്റ്സ്, ഇതെല്ലാം അതിനുള്ളിൽ തന്നെ ഉണ്ട്. ഇതാണ് സുവിനീർ ഷോപ്സ്, നെതർലാൻഡിൻ്റെ സുവിനീർസ് ആണ് അതെല്ലാം. അപ്പോൾ ഈ ക്യൂബേഴ്സിൻ്റെ ഒരു പാർട്ട് നമുക്ക് ഈ റോട്ടർഡാമിൻ്റെ ഒരു ഹാർബർ ഉണ്ട്, റോട്ടർഡാം ഹാർബറിൻ്റെ വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നിന്നുകൊണ്ട് ഒരു പാർട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്കത് വേറെ പോകുന്നുണ്ട്, നമ്മുടെ ഹാർബറിൽ പോകുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ ഒരു സൈഡ് ഹാർബറാണ്, ഈ സ്റ്റെപ്പ് ഇറങ്ങി കാണുന്നത് അത് ഹാർബറാണ്. ഇവിടെ നിന്ന് കാണാൻ ഷിപ്സും കാർഗോസും ഒക്കെ കിടക്കുന്നത്. ഈ റോട്ടർഡാം നെതർലാൻഡ്സിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ്. ഈ റോട്ടർഡാമിന് ഗേറ്റ് വേ ടു യൂറോപ്പ് അല്ലെങ്കിൽ ഗേറ്റ് വേ ടു ദ വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് വേൾഡ് വാറിൽ ഈ റോട്ടർഡാമിന്റെ കുറെ ഭാഗങ്ങളൊക്കെ ബോംബിങ്ങിൽ നശിച്ചു എന്നാണ് പറയുന്നത്. ഇതിന്റെ പിന്നെ ഇവിടെ കുറെ പുതിയ ബിൽഡിങ്സ് വന്നു, മാർക്കറ്റ് ഹാൾ, ക്യൂബേഴ്സ്, ഇതൊക്കെ പുതിയ ബിൽഡിംഗ് ആണ്. അങ്ങനെ കുറെ ബിൽഡിങ്സ് ഒക്കെ വന്നു. അതായത് അപ്പം നമ്മൾ ക്യൂബേഴ്സിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മാർക്കറ്റ് ഹാളിലാണ്. ഈ മാർക്കറ്റ് ഹാളും പുതിയതായിട്ട് ബിൽഡ് ചെയ്തതാണ്, 2014 ബിൽഡ് ചെയ്തതാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നിന്ന് ഇറങ്ങി ഇതാണ് മാർക്കറ്റ് ഹാൾ. അപ്പൊ ഇതിന്റെ ഷേപ്പ് കണ്ടോ, ഹോഴ്സ് ഷൂവിന്റെ ഷേപ്പാണ്. ഇത് കുറെ ഗ്ലാസിന്റെ സൈഡ്സ് ഗ്ലാസ് ഫസൈഡാണ്. മൊത്തത്തിലൊരു ഗ്ലാസിന്റെ വിൻഡോസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം. ഇത് കണ്ടോ, ഇത് റോട്ടർഡാമിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ്. ആ ക്യൂബേഴ്സ് ഇറങ്ങി കഴിയുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഇത്. അപ്പോൾ ഇവിടെ ഒരു ഓൾഡ് ചർച്ച് ഉണ്ട്, അത് പഴയതാണ് കേട്ടോ. ഇത് എന്താ പറയുക, സെന്റ് ലോറൻസ് കർക്ക് എന്ന് പറയുന്ന ഒരു ചർച്ചാണ്. അപ്പൊ ഈ ചർച്ച് 1449 ഉള്ള ചർച്ചാണ്, ഇത്രയും പഴക്കമുള്ള ചർച്ച്. ഇതിന്റെ ഒരു പാർഷ്യലായിട്ട് ഡിസ്ട്രോയ് ആയുള്ളൂ അന്നത്തെ വാറിൽ. അത് കഴിഞ്ഞിട്ട് റിനോവേറ്റ് ചെയ്തെടുത്തു എന്നാണ് പറയുന്നത് കുറച്ച് ഭാഗങ്ങളൊക്കെ. അപ്പൊ നമുക്കിനി മാർക്കറ്റ് ഹാളിനുള്ളിലേക്ക് പോവാം. ഓ വാവ്, ഇതിനുള്ളിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇനി കുറെ 3D വർക്ക്സ് നമുക്ക് കാണാൻ പറ്റും. അവര് എന്താ പറയാ, കുറച്ച് ഫ്രൂട്ട്സും ബട്ടർഫ്ലൈസിന്റെ ഒക്കെ ഒരു 3D പിക്ചേഴ്സ് നമുക്ക് അവർ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അതൊരു കുറെ അലൂമിനിയം പാനൽസിലാണ് അത് പ്രിന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആർട്ട് വർക്കിൽ ഒന്നാണെന്നാണ് പറയുന്നത് ഈ ഒരു മാർക്കറ്റ് ഹാൾ. ഇതിനുള്ള വിൻഡോസ് ഉണ്ടല്ലോ, വിൻഡോസ് എന്ന് പറഞ്ഞത് അവിടുത്തെ അപ്പാർട്ട്മെന്റിന്റെ വിൻഡോസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ അപ്പാർട്ട്മെന്റ് അതിന്റെ ആർച്ചിലാണ് ഈ മാർക്കറ്റ് ഇരിക്കുന്നത്. അതെല്ലാം കാണുന്നത് അപ്പാർട്ട്മെന്റിന്റെ വിൻഡോസ് ആണ്, ചെറിയ ഗ്ലാസ് ആയിട്ട് കാണുന്നത്. അപ്പം ഇതിന്റെ ഇവിടെ ഒത്തിരി മാർക്കറ്റ്സ് ഉണ്ട്, പിന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇതിനുള്ളിൽ തന്നെ, പിന്നെ വേറെ റെസ്റ്റോറൻറ്റ്സ്, എല്ലാം ഒരു വലിയൊരു ബിൽഡിംഗ് ആണിത്. ഇത് ചീസ് ഷോപ്പാണ് കേട്ടോ, പല വെറൈറ്റീസ് ഓഫ് ചീസ് ഉണ്ട് ഇവിടെ. ഇതൊരു ക്യാൻഡി ഷോപ്പാണ്. പല ടൈപ്പിലുള്ള ക്യാൻഡീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പല ടൈപ്പിലുണ്ട് കേട്ടോ, പല ഷേപ്സിലുള്ള ക്യാൻഡീസ്. ഇതാണ് അണ്ടാലസ് ഫിഷ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഫിഷിന്റെ എല്ലാ ഡിഷസും കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഫിഷിന്റെ പിസ്സ, ഫിഷ് സാലഡ്, അങ്ങനെ കുറെ ഫിഷിന്റെ തന്നെ കുറെ വെറൈറ്റി ഓഫ് ഡിഷസ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഈ നെതർലാൻഡ്സിലെ ആളുകൾക്ക് ഫിഷ് ഒരു മെയിൻ ഐറ്റം ആണ് കേട്ടോ. അവർക്ക് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ബ്രൂജ് ഹെയറിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഫിഷ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ആട്ടോ. ഇത് ഇവരുടെ മെയിൻ ഒരു സാധനമാണ് ഫിഷ് വെച്ചിട്ടുള്ളത്. ഇവിടെയുള്ള ആളുകൾ കഴിക്കുന്നതാണിത്.
അപ്പം നമ്മളിനി മാർക്കറ്റ് ഹാളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ ന്യൂ ഹാർബറിലോട്ട് പോകണേ. അവിടെയാണ് പുതിയ ബിൽഡിങ്സും അവിടെ റോട്ടർഡാം സിറ്റി തന്നെ നമുക്ക് അവിടെ കാണാം. വലിയ വലിയ ബിൽഡിങ്സ്, ബ്രിഡ്ജ്, പുതിയ ബ്രിഡ്ജസ്, അതെല്ലാം അവിടെ കാണാൻ പറ്റും. നമുക്കിനി അങ്ങോട്ട് പോവാം. ഇനി നമ്മൾ റോട്ടർഡാം സെൻറ്ററിൽ കൂടെയാണ് പോകാൻ പോകുന്നത്. ആ സെൻറ്ററിലെ ഷോപ്പിംഗ് കോംപ്ലക്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു മോണുമെൻ്റ് ആണ്. ഈ മോണുമെൻ്റിൻ്റെ പേര് ഡിസ്ട്രോയിഡ് സിറ്റി എന്നാണ്. അതായത് 1940 ഇവിടെ വാറുണ്ടായ സമയത്ത് ജർമ്മൻ ബോംബിങ്ങിൻ്റെ ആ ഒരു മെമ്മറിക്ക് വേണ്ടിയാണ് ഇവരിത് വെച്ചത്. മൊത്തത്തിൽ ഈ റോട്ടർഡാം ഡിസ്ട്രോയ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി അവർ വെച്ചേക്കുന്ന മോണുമെൻ്റാണിത്. 2007 അവരിത് ബിൽഡ് ചെയ്തത് ഈ മോണുമെൻ്റ്. അതൊരു ബ്രോൺസ് സ്കൾപ്ചറാണ്. ഇതാണ് ന്യൂ ഹാർബർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പുതിയ ബിൽഡിങ്സും ബ്രിഡ്ജസും ഒക്കെ കാണാം. അത് ഹ്യൂജ് ബിൽഡിങ്സാണ്. അപ്പം യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ സീ പോർട്ടാണ് റോട്ടർഡാമിലുള്ളതെന്നാണ് പറയുന്നത്.